PC ജോർജ് അദ്ദേഹം ഈ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ഉയർത്തുന്നു. വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത്, അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങളാണ് ഉയരുന്നത്. സഭ ഏതെങ്കിലും രീതിയിൽ അതിനെ പിന്തുണയ്ക്കുന്നുണ്ടോ? ഈ ഫ്രേസ് ലവ് ജിഹാദ് അങ്ങനെ ഏതെങ്കിലും ഡിക്ഷണറിയിലുള്ള സാധനമല്ല. അതാണ് ഇവർ പറയുന്നത്. അങ്ങനെ ഒരു സാധനം ഇല്ല. ശരിയാ, അങ്ങനെ ആരും ഇല്ല. ഇതിന് നോർത്ത് ഇന്ത്യയിലോട്ട് ചെല്ലുമ്പോൾ അവിടുത്തെ കോടതികൾ പോലും റോമിയോ ജിഹാദ് എന്നൊരു പേരാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആര് ഖുറാനിലോ അല്ലെങ്കിൽ ബൈബിളിലോ ഏതെങ്കിലും വേദങ്ങളിൽ പറഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടല്ല, അല്ല IPC പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ലത്. പക്ഷേ ലവ് ജിഹാദ്, അത് പ്രേമിച്ച് വിവാഹം കഴിച്ച് മതം മാറുക എന്നൊക്കെയുള്ള ഇതിലാണ് അല്ല ലവ് ജിഹാദ് എന്ന് പറയുന്നത്. മതം മാറ്റുക എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടി മാത്രം ഒരു പെൺകുട്ടിയെ പ്രേമിച്ച് വശത്താക്കി അതിനു വേണ്ടി മതം മാറ്റുന്നതിന് വേണ്ടി മാത്രം നിൽക്കുന്നതിന് ലവ് ജിഹാദ് എന്ന് പറയുന്നു ഇല്ലേ? അല്ലാതെ ഇവിടെ എത്രയോ പേര് സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നു, മതം മാറുന്നു, സന്തോഷകരമായി ജീവിക്കുന്നു. നമ്മൾ അതിനൊന്നും ഇവിടെ സഭയൊന്നും ഒരു ഇതിനും പറഞ്ഞിട്ടില്ല. പക്ഷേ പർപ്പസ്ഫുള്ളി ടാർഗറ്റഡായി ഇത് ചെയ്യുന്നു എന്നുള്ള സഭയുടെ ആക്ഷേപത്തിന് വസ്തുക്കൾ നിരത്തിയല്ലേ അവർ കണക്കുകളും കാര്യങ്ങളും പറഞ്ഞിട്ടുള്ള എത്രയോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ലവ് ജിഹാദ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും കോടതിയോട് അല്ലെങ്കിൽ ഏതെങ്കിലും പോലീസിനോട് ലവ് ജിഹാദ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ 2009 ഞാൻ 28ഓളം റിപ്പോർട്ട് ജഡ്ജ്മെൻറ്റ്സ് ഉണ്ട് സമാനമായി. ഞാൻ എടുത്തു തരാം. ഈ ലവ് ജിഹാദിനെ കുറിച്ച് ഈ PC ജോർജ് പൊതുസമൂഹത്തിൽ നിന്ന് വലിയ രീതിയിൽ കൃത്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് ഉയരുന്ന ചോദ്യം, താങ്കൾ ഷോൺ ജോർജ്, താങ്കളുടെ ഭാര്യ എന്ന് പറയുന്നത് മറ്റൊരു മതത്തിൽ പെട്ട ഒരു വനിതയാണ്. അല്ല, PC അത് പറയുന്നവർ പറയുന്ന ആരോപണം ശരിയല്ലേ? ഞാനതിന് അംഗീകരിക്കുന്നു. കാരണം അന്നത്തെ ഒരു സാഹചര്യത്തിൽ എൻ്റെ വൈഫിൻ്റെ പിതാവ് പറഞ്ഞു, നീയും ഞാനും മരിക്കും, PC ജോർജും മരിക്കും, ശോഭയും മരിക്കും, ഉഷയും മരിക്കും, അതിന് നിങ്ങൾ ജീവിക്കണം. ഇത് കഴിഞ്ഞിട്ട് നീയും നിൻ്റെ പിള്ളേരും പോയി അരുവിത്തറ പള്ളിയിൽ അടക്കപ്പെടുമ്പോൾ എൻ്റെ മകളെ എവിടെ അടക്കും എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിച്ചു. അതിനുശേഷം അതാണ് ശരിയെന്നുള്ള നിഗമനത്തിലേക്ക് എത്തി. എനിക്കതിനോട് യോജിപ്പുണ്ടായിരുന്നില്ല, ഇന്നും യോജിപ്പില്ല. നിങ്ങൾ പാർവതി കാണുമ്പോൾ ചോദിക്കൂ, അവളുടെ മതവിശ്വാസത്തിന് എവിടെയെങ്കിലും ഒരു തടസ്സം ഇന്ന് വരെ ഉണ്ടായിട്ടുണ്ടോ? എല്ലാ വർഷവും പൊങ്കാലയിടുന്ന വ്യക്തിയാണ്. കഴിഞ്ഞ ആഴ്ചയും ഗുരുവായൂർ പോയി നൃത്തം ചെയ്തിട്ട് വന്ന ആൾ. എല്ലാ അമ്പലത്തിലും പോകാറുണ്ട്, എൻ്റെ കൂടെ പള്ളിയിലും വരും. അത് അവളുടെ വിശ്വാസമാണ്. അതിന് ഒരു തടസ്സവും ഇവിടെ ഉണ്ടായിട്ടില്ല. അവൾ അന്തസ്സായിട്ട് ജീവിക്കുന്നു, 2 കുഞ്ഞുങ്ങളുണ്ട്. അവരും മാന്യമായിട്ട് ഞങ്ങൾ സമാധാനവും സ്വസ്ഥമായി മുമ്പോട്ട് പോകുന്നു. അവിടെ ഞങ്ങൾക്കിടയിൽ ജാതിയും മതവും കടന്നു വന്നിട്ടില്ല. അവളുടെ വിശ്വാസത്തിന് ഈ നിമിഷം വരെയും അവളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം, ഇപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതിന് വിരുദ്ധമായൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ അടക്കുന്ന കാര്യം പറഞ്ഞു, എവിടെ അരുവിത്തറപ്പള്ളി അടക്കണമെന്ന്. അവൾ എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളൊരു കാര്യമുണ്ട്, എന്നെ ദഹിപ്പിക്കണം. ഞാൻ മരിക്കുമ്പോൾ, ഇപ്പം ഞാൻ അച്ഛനാണോ ഞാനോ മരിക്കുമെന്ന് അറിയത്തില്ല, ഞാൻ മരിക്കുമ്പോൾ എന്നെ ദഹിപ്പിക്കാവോ? ഞാൻ ഇപ്പോൾ 100% നിൻ്റെ ആഗ്രഹം അതാണെങ്കിൽ നിൻ്റെ ആഗ്രഹം പോലെ തന്നെ അത് ചെയ്യും. അതിപ്പോൾ ഞാനാണോ ആദ്യം മരിക്കുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അവളുടെ ഒരു ആഗ്രഹം അവൾ പ്രകടിപ്പിച്ച് അന്നേ ഞാൻ അംഗീകരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഞാൻ അംഗീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവൾക്ക് അവളുടെ സ്വാതന്ത്ര്യമുണ്ട്, അവളൊരു വ്യക്തിയാണ്. ഞാൻ പറഞ്ഞത് ഇപ്പം ഞാൻ എൻ്റെ എത്രയോ മുസ്ലിം സുഹൃത്തുക്കൾ അന്യമതത്തിലുള്ള സ്ത്രീകളെ കല്യാണം കഴിച്ച് അവർ മതം മാറി ജീവിക്കുന്നുണ്ട്. അന്തസ്സായിട്ട് സുഖമായി ജീവിക്കുന്നവരല്ല പ്രശ്നം. പർപ്പസ്ഫുള്ളി ഇതിന് രണ്ടിനും തിരിച്ചെടുക്കാൻ ആളുകൾ തയ്യാറാകുന്നുണ്ട്. പർപ്പസ്ഫുള്ളി മതം മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇതിന് PFIയുടെ ഓഫീസ് റെഡി ചെയ്തപ്പോൾ ഇങ്ങനെ മതം മാറ്റുന്നവരുടെ റേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ലേ? നമ്പൂരിക്കുട്ടി 5 ലക്ഷം, നായരുകുട്ടി 4 ലക്ഷം, ക്രിസ്ത്യാനിക്കുട്ടി 4 ലക്ഷം, ഈഴക്കുട്ടി 3 ലക്ഷം. ഇത് ലവ് ജിഹാദ് നടത്താൻ വേണ്ടിയുള്ള ടാർഗറ്റ് കൊടുത്തേക്കുന്നതിൻ്റെ ലഘുലേഖകൾ മറ്റേ PFIയുടെ ഓഫീസ് റെഡി ചെയ്ത് ഇപ്പം കിട്ടിയ രേഖകൾ എവിടെയോ കണ്ടു. ഞാൻ പറഞ്ഞത് അത്തരത്തിൽ ഈ സമൂഹത്തെ വേട്ടയാടാൻ അല്ലെങ്കിൽ ഈ സമൂഹത്തിലേക്ക് അത്തരത്തിലുള്ള പ്രവണതകളെ കൊണ്ടുവരുന്നതിനെ എതിർക്കണം. എത്രയോ നല്ല ഇസ്ലാം സഹോദരങ്ങൾ നമുക്കുണ്ട്. ഞാൻ പറഞ്ഞത് 5% ഈ പ്രശ്നക്കാരുള്ളൂ. ബാക്കി 95% അവർക്കെതിരെ മിണ്ടാൻ മേലാത്ത സാഹചര്യം ഈ നാട്ടിലുണ്ടാകുന്നു. അതിനെതിരെ പ്രതികരിച്ചല്ലേ പറ്റുള്ളൂ നമുക്ക്. ഇപ്പോൾ ഷോൺ ജോർജ് ശരിക്കും പാർവതി വിവാഹം കഴിക്കുമ്പോൾ ഔദ്യോഗികമായി ക്രൈസ്തവ മതത്തിലേക്ക് മാറി മാമോദീസ മുക്കി തന്നെയാണോ ആ വിവാഹം നടന്നത്? തീർച്ചയായിട്ടും അങ്ങനെയാണ്. പേരും മാറ്റി? പേരൊന്നും മാറ്റിയില്ല. പേരിൽ രജിസ്റ്ററിൽ എഴുതാൻ ഒരു പേര് വേണമായിരുന്നു, ആ പേര് എഴുതി. അതല്ലാതെ അവളെ ഇന്നും പാർവതി തന്നെയാണ്. എവിടെ നോക്കിയാലും ഉള്ള പാർവതി എന്നല്ലാതെ വേറൊരു പേര് ആരും വിളിച്ചിട്ടില്ല. മക്കളൊക്കെ ആ ക്രൈസ്തവ വിശ്വാസപ്രകാരം തന്നെയാണ്. അവർ കൃത്യമായി വേദപഠനത്തിന് പോയ എനിക്കൊരു നിർബന്ധമുണ്ട്. കാരണം നമ്മളൊന്നും തെറ്റിനെ പേടിച്ച് മാത്രമല്ല, നമ്മളൊന്നും ഒരു ദൈവത്തെ പേടിച്ച് ഒരു നിയമത്തെ പേടിച്ച് മാത്രമല്ല നമ്മളൊന്നും ഒരു തെറ്റ് ചെയ്യാത്തത്. അതിന് ദൈവഭയം കൂടെ ഉണ്ടാകും. കുട്ടികൾ ഏത് വിശ്വാസത്തിലാണ്, ഞാനത് പാർവതിയോടും പറഞ്ഞിട്ടുണ്ട്, കുട്ടികൾ ഏതെങ്കിലും ഒരു വിശ്വാസത്തിൽ വളർന്നു, ആ വിശ്വാസം ഏതാണെങ്കിലും കുഴപ്പമില്ല. പാറു പോകുമ്പോൾ അവരുടെ കൂടെ പിള്ളേർ അമ്പലത്തിലൊക്കെ പോകാറുണ്ട്, ഒരു കുഴപ്പമില്ല, ഞാനതൊന്നും തടയാറില്ല.
പക്ഷേ ദൈവം എന്ന സങ്കല്പം കുട്ടികളുടെ മനസ്സിലുണ്ടാകണം. അല്ലെങ്കിൽ ഇനിയൊരു തലമുറയ്ക്ക് ആ ദൈവ വിചാരം ഇല്ലെങ്കിൽ കുട്ടികളൊക്കെ എവിടെ ചെന്നെത്തും നമുക്ക് പറയാൻ കഴിയും.